തിയറീസ് ഓഫ് ലേണിങ്ങിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ബിഹേവിയറിസം, കൊഗ്നിറ്റീവ് തിയറി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അതിൽ ബിഹേവിയറിസത്തിൽ വരുന്ന തിയറീസാണ് പാവ്ലോവിൻ്റെയും തോണ്ടായിക്കിൻ്റെയും സ്കിന്നറിൻ്റെയും തിയറീസ്. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയെക്കുറിച്ച് വിശദമായൊരു ക്ലാസ് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇന്നിനി നോക്കാൻ പോകുന്നത് തോണ്ടായിക്കിൻ്റെ ബോണ്ട് തിയറി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറിയെക്കുറിച്ചാണ്. ട്രയൽ ആൻഡ് എറർ തിയറി എന്താണെന്നും അതിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണെന്നും ബേസിക് ലോസ്, 3 ബേസിക് ലോസിനെ കുറിച്ചും 5 സബോർഡിനേറ്റ് ലോസിനെ കുറിച്ചും ട്രയൽ ആൻഡ് എറർ തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രയൽ ആൻഡ് എറർ തിയറി ബൈ തോണ്ടായിക്ക്. തോണ്ടായിക്ക് പറയുന്നത് ലേണിംഗ് ഈസ് ബിൽഡിംഗ് കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. സ്റ്റിമുലസിൻ്റെയും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് ലേണിംഗ് എന്നാണ് തോണ്ടായിക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, അതായത് SR തിയറി എന്ന് നമുക്ക് പറയാം. പാവ്ലോവിൻ്റെത് S ടൈപ്പ് തിയറി ആയിരുന്നു. അതായത് നമുക്ക് ഇഷ്ടമുള്ള റെസ്പോൺസിനെ ഓരോ സ്റ്റിമുലസ് കൊടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അവിടെ സ്റ്റിമുലസിനായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ പാവ്ലോവിൻ്റെത് S ടൈപ്പ് തിയറിയും തോണ്ടായിക്കിൻ്റെത് SR തിയറിയുമാണ്. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ പറയുന്നത് കൊണ്ട് തന്നെ ട്രയൽ ആൻഡ് എറർ തിയറിയെ തിയറി ഓഫ് കണക്ഷനിസം എന്നും അറിയപ്പെടാറുണ്ട്. ഒന്ന് SR തിയറി എന്നറിയപ്പെടുന്നു. കാരണം തോണ്ടായിക്ക് പറയുന്നത് ലേണിംഗ് നടക്കുന്നത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ ബിൽഡിങ്ങിലൂടെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ എന്ന വേർഡ് ഉപയോഗിച്ചത് നമുക്ക് പറയാം ഇതിനെ തിയറി ഓഫ് കണക്ഷനിസം എന്ന് പറയാം. അതേപോലെ തന്നെ ബോണ്ട് തിയറി എന്നറിയപ്പെടുന്നതും ഈ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്തെടുക്കുക എന്നൊരർത്ഥത്തിൽ ബോണ്ട് തിയറി എന്ന് പറയുന്നതും തോണ്ടായിക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് നോക്കാം. നമ്മളൊരു ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണെങ്കിൽ പോകുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്രസ്സ് ഇട്ട് നോക്കും, നമുക്ക് ഫിറ്റാണോ അല്ലെങ്കിൽ ആ കളർ നമുക്ക് ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ഒരുപാട് ഡ്രസ്സുകൾ ട്രയൽ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നത്. ഇത് തന്നെയാണ് ട്രയൽ ആൻഡ് എറർ തിയറി പറയുന്നതും. ലേണിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മിസ്റ്റേക്കുകൾ പറ്റിയാണ് ഒരാളെ കറക്റ്റായിട്ട് പഠിക്കുന്നത്. ഇനി എങ്ങനെയാണ് തോണ്ടായിക്ക് ട്രയൽ ആൻഡ് എറർ തിയറിയിലേക്ക് എത്തിച്ചേർന്ന എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. തോണ്ടായിക്ക് ആദ്യം ഒരു പൂച്ചയെ ഒരു ബോക്സിനുള്ളിലാക്കുന്നു. അതിന് പുറത്ത് പൂച്ചയ്ക്ക് കാണാവുന്ന രീതിയിൽ ഭക്ഷണം വെക്കുന്നു. പൂച്ച ആദ്യം എന്ത് ചെയ്യും, ആ ബോക്സ് എങ്ങനെയെങ്കിലും മാന്തി പൊളിച്ച് പുറത്ത് ചാടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അതാണ് റാൻഡം ആക്ഷൻസ് ഉണ്ടാവുകയാണ്. സ്ക്രാച്ചിങ് ഉണ്ടാവാം, ബൈറ്റിംഗ് ഉണ്ടാവാം, ജമ്പിങ് ഉണ്ടാവാം. എങ്ങനെ പുറത്ത് കിടക്കണമെന്ന് പൂച്ചയ്ക്ക് അറിയില്ല. അപ്പോൾ പൂച്ച അതിൻ്റെതായ എല്ലാ വഴികളും ട്രൈ ചെയ്യുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, അറിയാണ്ട് ഈ റാൻഡമായിട്ട് ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാണ്ട് പൂച്ചയുടെ കയ്യോ കാലോ ശരീരമോ എന്ത് ചെയ്യുന്നു, ലിവറിൽ പ്രസ്സാവുകയും ഡോറ് തുറന്ന് പൂച്ചയ്ക്ക് പുറത്ത് ചാടാൻ സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന പൂച്ച പിന്നീട് ഓരോ തവണയും ഈ പൂച്ചയെ കൂട്ടിലിടുന്ന ഓരോ തവണയും എന്ത് ചെയ്യുന്നു, പൂച്ച ലിവർ തുറക്കാനെടുക്കുന്ന സമയം, അതായത് ലിവർ ടച്ച് ചെയ്ത് കൂട് തുറക്കാനെടുക്കുന്ന സമയം വളരെ ചെറുതായിട്ട് വരികയാണ്. അതായത് പൂച്ചയ്ക്ക് മനസ്സിലായി തുടങ്ങി ലിവർ ടച്ച് ചെയ്താൽ കൂട് ഓപ്പൺ ആവും, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന്. ഇതിനെയാണ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ 3 ബേസിക് ലോസ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്. ഈ 3 എണ്ണമാണ് തോണ്ടായിക്കിൻ്റെ ബേസിക് ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്. ആദ്യത്തെ ലോയായ ലോ ഓഫ് റെഡിനെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത് ലേണിംഗ് ഹാപ്പൻസ് ബെസ്റ്റ് വെൻ എ പേഴ്സൺ ഈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി റെഡി ടു ലേൺ. ഒരു വ്യക്തി പഠിക്കാൻ മെൻ്റലിയും ഫിസിക്കലിയും റെഡിയാകുന്ന സമയത്തായിരിക്കാം ലേണിംഗ് ഏറ്റവും നല്ല രീതിയിൽ നടക്കുക എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ഒരു വ്യക്തി മെൻ്റലിയും ഫിസിക്കലിയും റെഡിയാകുന്ന ടൈമിലാണ് എപ്പോഴും ലേണിംഗ് ഏറ്റവും നല്ല രീതിയിൽ നടക്കുക. ഇനി ലോ ഓഫ് റെഡിനെസ് പ്രകാരം ഒരു ലേണറിന് എപ്പോഴൊക്കെയാണ് സാറ്റിസ്ഫാക്ഷൻ, ഫ്രസ്ട്രേഷൻ, അനോയൻസ് എന്നിവ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഒരു വ്യക്തി പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ അവിടെ ലേണറിന് ഉണ്ടാവുക സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം. എന്നാൽ ഒരു വ്യക്തി പഠിക്കാൻ റെഡിയാണ് പക്ഷേ പഠിക്കാനായി അനുവദിക്കുന്നില്ല എങ്കിൽ അവിടെ ഉണ്ടാകുക ഫ്രസ്ട്രേഷനാണ്. എന്നാൽ ഒരു വ്യക്തി പഠിക്കാൻ തയ്യാറല്ല പക്ഷേ പഠിക്കാൻ നിർബന്ധിതനാവുകയാണ് എങ്കിൽ അവിടെ ഉണ്ടാവുന്നത് അനോയൻസ് ആണ്. ഒന്നും കൂടെ പറയാം, മെൻ്റലിയും ഫിസിക്കലിയും റെഡിയായ ഒരു ലേണറിന്
ലേണിംഗ് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ നൽകും. എന്നാൽ മെൻ്റലിയും ഫിസിക്കലിയും റെഡിയായ ഒരു ലേണറിന് ലേണിംഗ് അലോ ചെയ്യുന്നില്ല എങ്കിൽ അത് ഫ്രസ്ട്രേഷന് കാരണമാവും. അടുത്തത്, മെൻ്റലിയും ഫിസിക്കലിയും പഠിക്കാൻ തയ്യാറല്ലാത്ത ഒരു ലേണറിനെ നിർബന്ധപൂർവ്വം പഠിപ്പിക്കുകയാണ് എങ്കിൽ അവിടെ അനോയൻസ് ആയിരിക്കാം ഉണ്ടാവുക. ഇനി എക്സാമ്പിൾ നോക്കാം. ഒരു സ്റ്റുഡൻറ്റ് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ സൈക്കോളജി ഏറ്റവും വേഗത്തിൽ പഠിക്കാൻ കുട്ടിക്ക് സാധിക്കും. എന്നാൽ ഒരു ടയേർഡായിട്ടുള്ള സ്റ്റുഡൻറ്റിനെ നിർബന്ധപൂർവ്വം പഠിപ്പിക്കുകയാണെങ്കിൽ ആ പഠനം അത്ര എഫക്റ്റീവായിട്ട് അവിടെ നടക്കണമെന്നില്ല. അടുത്ത ലോ ആണ് ലോ ഓഫ് എക്സസൈസ്. ലോ ഓഫ് എക്സസൈസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാക്ടീസ് സ്ട്രെങ്തൻസ് ലേണിംഗ് ആൻഡ് ലാക്ക് ഓഫ് പ്രാക്ടീസ് വീക്കൻസ് ലേണിംഗ്. അതായത് ഒരു കാര്യം നമ്മൾ ഒരുപാട് തവണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ലേണിങ്ങിനെ സഹായിക്കുകയും അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ കുറച്ചാൽ, അതിൻ്റെ പ്രാക്ടീസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് പറ്റും? ലേണിങ്ങിനെ വീക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ലോ ഓഫ് എക്സസൈസിൽ തന്നെ 2 ലോസ്, സബോർഡിനേറ്റ് ലോസ് പോലെ പറയുന്നുണ്ട്. ഒന്ന് ലോ ഓഫ് യൂസ്, മറ്റേത് ലോ ഓഫ് ഡിസ്യൂസ്. എന്താണ് ലോ ഓഫ് യൂസ് പറയുന്നതെന്ന് നോക്കാം. ദ മോർ എ കണക്ഷൻ ഈസ് യൂസ്ഡ് ദ സ്ട്രോങ്ങർ ഇറ്റ് ബിക്കംസ്. പ്രാക്ടീസസ് ഇംപ്രൂവ്സ് ലേണിംഗ്. അതാണ് പറയുന്നത്, നമ്മൾ എത്രത്തോളം കണക്ഷൻ അതുമായിട്ട് കൊടുക്കുന്നു അത്രത്തോളം സ്ട്രോങ്ങറായിട്ട് അത് മാറും. അതാണ് ലോ ഓഫ് യൂസ് എന്ന് പറയുന്നത്. എത്ര വട്ടം നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് അത്രത്തോളം സ്ട്രോങ്ങറായിട്ട് മാറും. പ്രാക്ടീസസ് ഇംപ്രൂവ്സ് ലേണിംഗ്. അടുത്ത ലോ ആണ് ലോ ഓഫ് ഡിസ്യൂസ്. ലോ ഓഫ് ഡിസ്യൂസ് പറയുന്നത് പോലെ തന്നെ ദ ലെസ് എ കണക്ഷൻ ഈസ് യൂസ് ടു വീക്കർ ഇറ്റ് ബിക്കംസ്. ആ കണക്ഷൻ കുറച്ച് വരികയാണെങ്കിൽ അവിടെ നടക്കുന്ന ലേണിങ്ങും എന്തായിട്ട് മാറാം? വീക്കറായിട്ട് മാറാം. ഇനി എക്സാമ്പിൾ ഒരെണ്ണം നോക്കാം. എ സ്റ്റുഡൻറ്റ് ഹു പ്രാക്ടീസസ് മാത്സ് ഡെയിലി ഇംപ്രൂവ്സ് പെർഫോമൻസ്. മാത്സ് ഡെയിലി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ മാത്സ് അങ്ങനെ തുറന്നു നോക്കാത്തൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്സ് വീക്കറായിട്ട് മാറുകയുള്ളൂ. ഇതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അടുത്ത ലോ ആണ് ലോ ഓഫ് ഇഫക്റ്റ്. ലോ ഓഫ് ഇഫക്റ്റ് പറയുന്നത് എന്താ? റെസ്പോൺസസ് ഫോളോവഡ് ബൈ സാറ്റിസ്ഫാക്ഷൻ ആർ സ്ട്രെങ്തൻഡ് ആൻഡ് റെസ്പോൺസസ് ഫോളോവഡ് ബൈ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആർ വീക്കൻഡ്. അതായത് സാറ്റിസ്ഫാക്ഷൻ തരുന്ന റെസ്പോൺസസ് സ്ട്രെങ്തൻ ചെയ്യുകയും ഡിസ്സാറ്റിസ്ഫാക്ഷൻ തരുന്ന റെസ്പോൺസസ് വീക്കൻ ചെയ്യുകയും ചെയ്യുകയാണ്. അതായത് ബിഹേവിയർ ഫോളോവഡ് ബൈ റിവാർഡ് റിപ്പീറ്റ് ചെയ്യും. അതായത് റിവാർഡ് തരുന്ന ബിഹേവിയറുകളെല്ലാം കുട്ടികൾ റിപ്പീറ്റ് ചെയ്യും. റിവാർഡ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. അതുകൊണ്ട് അവരുടെ ആ റെസ്പോൺസ് എന്ത് ചെയ്യും? അവർ റിപ്പീറ്റ് ചെയ്യും. ബിഹേവിയർ ഫോളോവഡ് ബൈ പണിഷ്മെൻറ്റ് നോട്ട് റിപ്പീറ്റഡ്. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഡിസ്സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഡിസ്സാറ്റിസ്ഫാക്ഷൻ തരുന്ന റെസ്പോൺസസ് കുട്ടികൾ എന്ത് ചെയ്യാം? കുറച്ച് വരാൻ സാധ്യതയുണ്ട്. ലോ ഓഫ് ഇഫക്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ചൈൽഡ് ഈസ് സ്കോൾഡഡ് ഫ്രം മിസ്ബിഹേവിയർ ദ ചൈൽഡ് ട്രൈസ് ടു അവോയ്ഡ് ഇറ്റ്. തെറ്റായ ഒരു ബിഹേവിയറിന് ഒരു കുട്ടിയെ നമ്മൾ വഴക്ക് പറയുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? ആ ഒരു ബിഹേവിയർ തിരുത്താൻ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ വീണ്ടും കാണിക്കാതിരിക്കാൻ ശ്രമിക്കും. ഇത് തന്നെയാണ് ലോ ഓഫ് ഇഫക്റ്റ് പറയുന്നത്. 3 ലോസ് നമ്മൾ പറഞ്ഞു. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്. ഇനി തോണ്ടായിക്കിൻ്റെ സബോർഡിനേറ്റ് ലോസ് അല്ലെങ്കിൽ സെക്കൻഡറി ലോസ് എന്നറിയപ്പെടുന്ന 5 ലോസ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തത് മൾട്ടിപ്പിൾ റെസ്പോൺസ്, രണ്ടാമത്തത് സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ്, പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്, റെസ്പോൺസ് ബൈ അനലോഗി, അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇവയാണ് 5 സബോർഡിനേറ്റ് ലോസ് അല്ലെങ്കിൽ 5 സെക്കൻഡറി ലോസ്. ഒന്നും കൂടെ: മൾട്ടിപ്പിൾ റെസ്പോൺസ്, സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ്, പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്, റെസ്പോൺസ് ബൈ അനലോഗി, അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ലോ മൾട്ടിപ്പിൾ റെസ്പോൺസ്. പേര് പോലെ തന്നെ ഈ ലോ പറയുന്നത് എന്താണ്? ലേണർ ട്രൈസ് ഡിഫറെൻറ്റ് റെസ്പോൺസസ് അൺടിൽ ദ കറക്റ്റ് റെസ്പോൺസ് ഈസ് ഫൗണ്ട്. ഒരുപാട് റെസ്പോൺസസ് ട്രൈ ചെയ്തതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസസ് ട്രൈ ചെയ്യും. എപ്പോൾ വരെ? കറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നത് വരെ. അതിൻ്റെ എക്സാമ്പിളാണ് എ സ്റ്റുഡൻറ്റ് ട്രൈസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു സോൾവ് എ ഡിഫിക്കൾട്ട് മാത്ത് പ്രോബ്ലം. ഡിഫിക്കൾട്ടായ ഒരു മാത്ത് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഒരു സ്റ്റുഡൻറ്റ് ട്രൈ ചെയ്യുന്നു. അത് മൾട്ടിപ്പിൾ റെസ്പോൺസിന് എക്സാമ്പിളാണ്. അടുത്ത ലോ ആണ് സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ്. ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെൻ്റൽ സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ലേണർ. ഇതെല്ലാം തോണ്ടായിക്ക് പറഞ്ഞത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രയൽ ആൻഡ് എറർ തിയറിയുടെ ബേസിക് കൺസെപ്റ്റാണ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ലോ ഓഫ് റെഡിനെസ്സിൻ്റെ ഒരു സബോർഡിനേറ്റ് ലോ ഉള്ള രീതിയിലാണ്.
ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെൻ്റൽ സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ലേണർ. എക്സാമ്പിൾ, എ മോട്ടിവേറ്റഡ് സ്റ്റുഡൻറ്റ് ലേൺസ് ഫാസ്റ്റർ ദാൻ ആൻ അൺഇൻട്രസ്റ്റഡ് സ്റ്റുഡൻറ്റ്. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നതിനേക്കാൾ വളരെ മോശമായിട്ടായിരിക്കാം താല്പര്യമില്ലാത്തൊരു കുട്ടി പഠിക്കുന്നത്. ലേണിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലേണറിൻ്റെ മെൻ്റൽ സെറ്റും ആറ്റിറ്റ്യൂഡുമാണെന്നാണ് സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്കൻഡറി ലോ പറയുന്നത്. അടുത്തതാണ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. ലേണർ ഫോക്കസസ് ഓൺ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ആൻഡ് ഇഗ്നോർ ഇർറെലവൻറ്റ് വൺസ്. ലേണർ എപ്പോഴും എന്ത് ചെയ്യും? അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ എലമെൻറ്റ്സിലായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇഗ്നോർ ഇർറെലവൻറ്റ് വൺസ്. അതാണ് ആ പൂച്ചയുടെ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പൂച്ചയ്ക്ക് ആ മീനിൻ്റെ അടുത്തിട്ട് അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ അടുത്തോട്ട് എത്തണം എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ള ബാക്കി ഇർറെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പൂച്ച ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അതാണ് ഇവിടെ പറയുന്നത്, ലേണർ ഫോക്കസസ് ഓൺ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ആൻഡ് ഇഗ്നോർസ് ഇർറെലവൻറ്റ് വൺസ്. എക്സാമ്പിൾ, സ്റ്റുഡൻറ്റ് കോൺസെൻട്രേറ്റ് ഓൺ കീ പോയിൻറ്റ്സ് വൈൽ സ്റ്റഡിയിങ്. സ്റ്റുഡൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? പഠിക്കുന്ന സമയത്ത് കീ പോയിൻറ്റ്സിലായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി ലോ ആണ് റെസ്പോൺസ് ബൈ അനലോഗി. ലേണർ യൂസസ് പ്രീവിയസ് എക്സ്പീരിയൻസ് ടു സോൾവ് ന്യൂ പ്രോബ്ലംസ്. ഇവിടെ പറയുന്നത് എന്താണ്? ലേണർ യൂസസ് പ്രീവിയസ് എക്സ്പീരിയൻസ്, മുമ്പത്തെ എക്സ്പീരിയൻസസ് യൂസ് ചെയ്തിട്ട് പുതിയ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ പൂച്ച മുമ്പ് ലിവറിൽ തട്ടിയപ്പോൾ വാതിൽ തുറന്നു എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും ഫുഡ് അവിടെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നത്? ലിവറിൽ തട്ടിയുന്നത്. ഇതാണ് പറയുന്നത്, ലേണർ യൂസസ് പ്രീവിയസ് എക്സ്പീരിയൻസ്, മുമ്പുണ്ടായ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു. എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് യൂസസ് ഓൾഡ് ഗ്രാമർ റൂൾസ് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് കൺസെപ്റ്റ്. ലാസ്റ്റ് സെക്കൻഡറി ലോ ആണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. എ റെസ്പോൺസ് ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ സ്റ്റിമുലസ് ടു അനദർ ത്രൂ ഗ്രാജുവൽ അസോസിയേഷൻ. ഒരു റെസ്പോൺസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റിമുലസിൽ നിന്ന് മറ്റൊരു സ്റ്റിമുലസിലേക്ക് ഗ്രാജുവലി അസോസിയേഷൻ വഴി നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, എ ചൈൽഡ് ലേൺസ് ടു റെസ്പോണ്ട് ടു എ ബെൽ ഇൻസ്റ്റെഡ് ഓഫ് ടീച്ചേഴ്സ് വോയിസ്. സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ബെല്ലടിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ കയറും. ടീച്ചർമാരുടെ സൗണ്ടിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബെല്ലെന്ന് പറയുന്നതിനെ നമ്മളൊരു സ്റ്റിമുലസ് ആയിട്ട് കരുതുന്നു. തോണ്ടായിക്കിൻ്റെ 5 ലേണിംഗ് തിയറീസ് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാമെന്ന് നോക്കാം. ഓർക്കാനായി ഈ സെൻറ്റൻസ് മാത്രം ഓർത്തിരിക്കുക. മൾട്ടിപ്പിൾ സ്റ്റുഡൻറ്റ്സ് പ്രിഫർ റീഡിങ് ആർട്ടിക്കിൾസ്. ഈ സെൻറ്റൻസ് ഓർത്തിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റെസ്പോൺസസ് ആണ്. അതായത് ഒരുപാട് റെസ്പോൺസസിൽ നിന്ന് കറക്റ്റായ റെസ്പോൺസസിലേക്ക് കുട്ടി എത്തുന്നു. സ്റ്റുഡൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡാണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ലേണറിൻ്റെ മെൻ്റൽ റെഡിനെസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നു. അടുത്തത് പ്രിഫർ എന്ന് പറയുന്നത് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് ആണ് പറയുന്നത്. റീഡിങ് എന്ന് പറയുന്നത് റെസ്പോൺസ് ബൈ അനലോഗി ആണെന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. മൾട്ടിപ്പിൾ സ്റ്റുഡൻറ്റ്സ് പ്രിഫർ റീഡിങ് ആർട്ടിക്കിൾ. ഇതല്ലെങ്കിൽ വേറെ ഒരു കോഡും കൂടിയുണ്ട്. തോണ്ടായിക്കിൻ്റെ സബോർഡിനേറ്റ് ലോസ് ഓർത്തിരിക്കാൻ വേണ്ടി മിസ് പ്ര എന്നാണ് പറയുക. MSPRA. തോണ്ടായിക്കിൻ്റെ ലോസ് ഓഫ് ലേണിങ്ങിനെ ഒന്ന് നമുക്ക് സമ്മപ്പ് ചെയ്ത് പറയാം. 3 പ്രൈമറി ലോസും 5 സെക്കൻഡറി അല്ലെങ്കിൽ സബോർഡിനേറ്റ് ലോസുമാണ് തോണ്ടായിക്കിനുള്ളത്. പ്രൈമറി ലോസ് പറയുന്നത് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ് ആണ്. ലോ ഓഫ് റെഡിനെസ്സിൽ പറയുന്നത് എന്താണ്? ഒരു വ്യക്തി റെഡിയായിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ വ്യക്തിയെ പഠിപ്പിക്കേണ്ടത്. അതായത് മോട്ടിവേഷനാണ് അവിടെ കീവേഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് സ്ട്രെങ്തൻ ലേണിംഗ്. പ്രാക്ടീസാണ് എന്ത് ചെയ്യുന്നത്? ലേണിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതെന്നാണ് ലോ ഓഫ് എക്സസൈസ് പറയുന്നത്. അവിടുത്തെ കീവേഡ് പ്രാക്ടീസാണ്. ലോ ഓഫ് ഇഫക്റ്റ്. ലോ ഓഫ് എഫക്റ്റ് പറയുന്നത് എന്താ? റിവാർഡ് സ്ട്രെങ്തൻസ് ബിഹേവിയർ. അപ്പോൾ അവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പം 3 പ്രൈമറി ലോസ് നമ്മൾ ഒന്നും കൂടെ പറഞ്ഞു. ഇനി അടുത്തത് 5 സബോർഡിനേറ്റ് ലോസ് അല്ലെങ്കിൽ സെക്കൻഡറി ലോസ് നോക്കാം. മൾട്ടിപ്പിൾ റെസ്പോൺസ്. അതെന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ട്രയൽ ആൻഡ് എററിലൂടെയാണ് നമുക്ക് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ടാകുക. അതിൽ നിന്ന് നമ്മൾ കറക്റ്റായ ഒരു റെസ്പോൺസിലേക്ക് എത്തിച്ചേരുന്നു. സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ്, അതായത് ലേണറിൻ്റെ മെൻ്റൽ റെഡിനെസ്സിനെയാണ് രണ്ടാമത്തെ ലോയായ സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ് പറയുന്നത്. പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് എന്താ പറയുന്നത്? ഫോക്കസിങ് ഓൺ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഇതാണ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് പറയുന്നത്. അവർക്ക് ആവശ്യമായ പാർട്ടുകളിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. റെസ്പോൺസ് ബൈ അനലോഗിയാണ് അടുത്തത്. റെസ്പോൺസ് ബൈ അനലോഗി പറയുന്നത് സോൾവിങ് ന്യൂ പ്രോബ്ലംസ് വിത്ത്
പാസ്റ്റ് എക്സ്പീരിയൻസ്. അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്താ പറഞ്ഞത്? ട്രാൻസ്ഫറിങ് റെസ്പോൺസ് ഫ്രം വൺ സ്റ്റിമുലസ് ടു അനദർ. അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മൾ റെസ്പോൺസിനെ ഒരു സ്റ്റിമുലസിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഒരു മെമ്മറി കോഡും കൂടെ അവിടെ പറയുന്നുണ്ട്. REE മിസ്പ്ര. REE എന്ന് പറയുന്നത് മെയിൻ ലോസ് അല്ലെങ്കിൽ ബേസിക് ലോസ്, അതും അല്ലെങ്കിൽ പ്രൈമറി ലോസ് എന്നറിയപ്പെടുന്ന ലോസാണ്. റെഡിനെസ്, എക്സസൈസ്, എഫക്റ്റ്. ഇനി MSPRA എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റെസ്പോൺസ്, സെറ്റ് ഓർ ആറ്റിറ്റ്യൂഡ്, പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്, റെസ്പോൺസ് ബൈ അനലോഗി, അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ആണ്. ഇനി തോണ്ടായിക്കിൻ്റെ തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് തോണ്ടായിക്കിൻ്റെ മെയിൻ ലോസിൻ്റെ കീവേഡ്സ് തന്നെയാണ്. മോട്ടിവേഷൻ, പ്രാക്ടീസ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ മൂന്നെണ്ണത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ഇൻ സ്റ്റഡീസാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് തോണ്ടായിക്കായി നമ്മൾ കാണുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.